ഇന്ന് നമ്മൾ മോസ്ഫെറ്റിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റ് അത് പഠിച്ചായിരുന്നു. സോ അടുത്തത് നമ്മുടെ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് ആണ്. അപ്പോൾ ഒരു എൻഹാൻസ്മെന്റും ഡിപ്ലീഷനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അതിന്റെ തുടക്കത്തിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. അതായത് ഒരു ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് എടുക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെയും കൺസിഡർ ചെയ്തേക്കുന്നത് ഒരു എൻ ചാനൽ മോസ്ഫെറ്റ് ആണ്. ആ ഒരു എൻ ചാനൽ മോസ്ഫെറ്റ് ഇവിടെ നമ്മൾ വരച്ചേക്കുന്നത് ഒരു എൻ ചാനൽ മോസ്ഫെറ്റ് ആണ്. This is an N channel D MOSFET. D MOSFET means depletion type MOSFET. അപ്പൊ ഇതാണ് ഞാൻ ഇവിടെ വരച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒരു പി ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണ്. ഒരു പി സബ്സ്ട്രേറ്റ് എടുത്തിട്ട് അതിനകത്ത് രണ്ട് എൻ റീജിയൻസ് ഡിഫ്യൂസ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ എൻഹാൻസ്മെന്റുമായിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ഇംപ്ലാന്റഡ് എൻ ചാനൽ ഉണ്ട്. അതായത് നമ്മൾ ബയാസിംഗ് ഒന്നും കൊടുക്കാതെ തന്നെ ഇവിടെ ഒരു ചാനൽ ഓൾറെഡി ഡോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഓൾറെഡി ഫാബ്രിക്കേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ചാനല് നമുക്ക് ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിനകത്ത് കാണാം. അതുകൊണ്ടാണ് ഈ ടൈപ്പ് ഓഫ് മോസ്ഫെറ്റിനെ നമ്മൾ നോർമലി ഓൺ എന്നാണ് വിളിക്കുന്നത്. നോർമലി ഓൺ ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇവിടെയും നമുക്ക് ഗേറ്റ് വോൾട്ടേജ് കൊടുത്ത് ഡ്രെയിൻ കറണ്ടിനെ കൺട്രോൾ ചെയ്യാം. അപ്പൊ നമ്മൾ എൻഹാൻസ്മെന്റും നമ്മൾ ഡിപ്ലീഷനും ഓൾറെഡി പറഞ്ഞു. എൻഹാൻസ്മെന്റ് രണ്ട് ടൈപ്പ് ഓഫ് മോസ്ഫെറ്റ് ആണ്. മോസ്ഫെറ്റിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഒന്ന് എൻഹാൻസ്മെന്റ്, അടുത്ത ഡിപ്ലീഷൻ. ഇപ്പൊ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, ഒരു ജസ്റ്റ് ഒരു മോസ്ഫെറ്റ് എന്ന് പറയുവാണെങ്കിൽ അവര് അത് ഉദ്ദേശിക്കുന്നത് എൻഹാൻസ്മെന്റ് തന്നെയാണ്. നമ്മൾ നോർമൽ ഒരു വർക്കിംഗ് ഒക്കെ പറയുന്നത് എൻഹാൻസ്മെന്റ് മോഡാണ്. അതല്ല ഡിപ്ലീഷൻ എന്ന് എടുത്ത് പറയുവാണെങ്കിൽ മാത്രമാണ് അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ എടുത്ത് ചോദിക്കും, ഡിപ്ലീഷൻ ടൈപ്പ് ആണെങ്കിൽ. സോ എൻഹാൻസ്മെന്റ് മീൻസ് നോർമലി മോസ്ഫെറ്റ് ഈസ് ഇൻ എൻഹാൻസ്മെന്റ് മോഡ് എന്നൊക്കെ പറയാം. സോ ഇവിടെ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിന് ഉള്ള പ്രത്യേകത ഇതാണ്. ഓൾറെഡി ഒരു ഇംപ്ലാന്റഡ് എൻ ചാനൽ അവിടെ കാണും. ബാക്കി കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ എൻഹാൻസ്മെന്റ് പോലെ തന്നെയാണ്. സോ ഇവിടെ ആ ഒരു എക്സ്ട്രാ വരുന്ന ആ ഒരു ഇംപ്ലാന്റഡ് ചാനലാണ്. ഇനി നമുക്ക് അതിന്റെ ഓപ്പറേഷനിലേക്ക് പോവാം. അപ്പോ ഇവിടെ നമ്മൾ ഈ ഒരു എൻ ചാനൽ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റില് നമ്മൾ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ്, അപ്പൊ ഇവിടെ ഓൾറെഡി നമ്മുടെ മോസ്ഫെറ്റ് എടുക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ മോസ്ഫെറ്റ്. ഇവിടെ നമ്മുടെ ഓക്സൈഡ്, അപ്പൊ അതിന് മുകളിൽ മെറ്റൽ ഉണ്ട്. അവിടെയാണ് നമ്മൾ ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുന്നത്. ദെൻ ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ഓക്സൈഡിന് താഴെ നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്. സോ ഓക്സൈഡിന് താഴെ ഓക്സൈഡ് ആണ്. ദെൻ ഇതാണ് നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ, അല്ലെങ്കിൽ നമ്മുടെ സെമി കണ്ടക്ടർ റീജിയൻ. ഈ സെമി കണ്ടക്ടറിന് അക്രോസ് ഇവിടെ ഓൾറെഡി ഒരു ചാനൽ കാണും. ആ ചാനൽ എൻ ചാനലാണ്, അവിടെ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ നമുക്ക് വി ഡി എസ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ വി ഡി എസ് മാത്രം കൊടുക്കുവാണെങ്കിൽ, ഞാൻ ആ ഫിഗർ ഒന്നുകൂടെ ഒന്ന് വരയ്ക്കാം, നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയാൽ മാത്രം മതി ഇതിനകത്ത്. സോ ഇതാണ് നമ്മുടെ മോസ്ഫെറ്റ്. ഇവിടെ നമ്മുടെ പി സബ്സ്ട്രേറ്റ് ആണ്. ഇതിനകത്ത് രണ്ട് എൻ റീജിയൻസ് ഡിഫ്യൂസ് ചെയ്ത് വെച്ചേക്കുന്നു. ഒരെണ്ണം നമ്മുടെ സോഴ്സ് ആണ്. ദെൻ അടുത്തത് ഡ്രെയിൻ ആണ്. ഇവിടെ ഓക്സൈഡ് ഉണ്ട്, അപ്പൊ അതൊക്കെ ഉണ്ട്. നമ്മളത് വരച്ചില്ലെങ്കിൽ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അവിടെ ഓക്സൈഡ് ഉണ്ട്. അപ്പൊ എൻ റീജിയനിൽ നിന്നുമാണ് കണക്ഷൻ എടുക്കുന്നത്. എൻ പ്ലസ് റീജിയനിൽ നിന്ന് സോഴ്സ്, ഡ്രെയിൻ എന്ന് പറയുന്നത് അടുത്ത എൻ പ്ലസ് റീജിയനിൽ. ഇവിടെ മെറ്റൽ ഉണ്ട്. ആ മെറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഗേറ്റ് ടെർമിനൽ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഓൾറെഡി ഒരു ഇംപ്ലാന്റഡ് ചാനൽ ഉണ്ട്. അതിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ വി ഡി എസ് മാത്രം കൊടുത്താൽ മതി. ഒരു വി ഡി എസ്, ഒരു പോസിറ്റീവ് വി ഡി കൊടുക്കുവാണെങ്കിൽ, കാരണം ഇത് ഡ്രെയിൻ റീജിയൻ ആണ്, ഈ ഡ്രെയിൻ റീജിയനിൽ ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവും. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. നേരത്തെ എൻഹാൻസ്മെന്റിനകത്ത് നമ്മൾ ഗേറ്റ് വോൾട്ടേജ് കൊടുത്ത് ചാനലിനെ അവിടെ ഇൻഡ്യൂസ് ചെയ്യണം. ഇവിടെ പക്ഷെ നമുക്ക് ഒരു ഡ്രെയിൻ വോൾട്ടേജ് മാത്രം കൊടുത്താൽ മതി. ഇവിടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും സോഴ്സിൽ നിന്ന്. അപ്പൊ ഞാനൊരു പ്ലസ് വി ഡി ഇവിടെ കൊടുക്കുവാണെങ്കിൽ സോഴ്സിൽ നിന്നും ഡ്രെയിനിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും, ഒരു പ്ലസ് വി ഡി വോൾട്ടേജ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ. സോ നമ്മളിവിടെ കൊടുക്കുന്നത്, നിങ്ങൾ എൻഹാൻസ്മെന്റിൽ എന്താണോ കൊടുത്തത് അതിന് ഓപ്പോസിറ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പൊ വീണ്ടും ഞാൻ ഇവിടെ ഒരു പോസിറ്റീവ് വി ജി കൊടുക്കുന്നതെങ്കിൽ ഇവിടെ കൂടുതൽ ഇലക്ട്രോൺസ് എൻ റീജിയനിലേക്ക് വരും, അല്ലെങ്കിൽ ഇതിന്റെ കണ്ടക്ടിവിറ്റി കൂടുമെന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ വി ജി എസ് പോസിറ്റീവ് ആണ് കൊടുക്കുന്നതെങ്കിൽ
അത് നമ്മുടെ എൻഹാൻസ്മെന്റ് മോഡിലെ പോലെ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യും. അതായത് നമ്മുടെ കണ്ടക്ടിവിറ്റി കൂടും, കാരണം കൂടുതൽ ഇലക്ട്രോൺസ് എൻ റീജിയനിലേക്ക് വരുവാണ്. ഇവിടെ നമ്മൾ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. അതായത് VGS ഞാൻ ഇവിടെ ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കും. അപ്പൊ അങ്ങനെ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഈ പിയിലുള്ള ഹോൾസിനെ നമ്മുടെ ചാനലിലേക്ക് അത് അട്രാക്ട് ചെയ്യും. മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസിനെ അട്രാക്ട് ചെയ്യും. അങ്ങനെ ഹോൾസ് ഇവിടേക്ക് വരുവാണ്. എന്റെ മീനിങ് എന്താണ്? ഈ ഒരു റീജിയൻ ഡിപ്ലീറ്റഡ് ആയി മാറും. ഈ ഒരു റീജിയൻ ഇങ്ങനെ ഡിപ്ലീറ്റഡ് ആയിട്ട് മാറി, ഡിപ്ലീഷൻ റീജിയൻ. കാരണം ഇവിടെ വിട്ട് കൂടാൻ കാരണം ഇവിടെ ഓൾറെഡി ഒരു പ്ലസ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഡിപ്ലീഷൻ റീജിയൻ ഇവിടെ ഫോം ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ നമ്മുടെ N ചാനലുണ്ട്. ആ N ചാനലിനകത്ത് ഹോൾസ് ആ സർഫസിലേക്ക് വരുവാണ്. കാരണം ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന വോൾട്ടേജ് -VGS ആണ്. അങ്ങനെ ഒരു നെഗറ്റീവ് VGS കൊടുക്കുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഹോൾസ് വരുന്നു. അവിടെ ഒരു ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കുന്നു. അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. റീകോമ്പിനേഷൻ നടക്കുമ്പോൾ അവിടെ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ VGS കൂടുന്നതനുസരിച്ച് ആ ഡിപ്ലീഷൻ റീജിയന്റെ വെടുത്ത് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അവിടെ കറണ്ട് റെഡ്യൂസ് ചെയ്യും, അല്ലെ? കറണ്ട് ചാനൽ ഫുള്ളി റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫുള്ളി അത് ഓൺ ആയിരിക്കുന്ന സമയത്ത് കറണ്ട് മാക്സിമം ആയിരിക്കും. ഇനി നമ്മൾ VGS നെഗറ്റീവ് കൊടുക്കുന്നതനുസരിച്ച് ഇവിടെ ഹോൾസ് വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നു ആ ചാനലിലേക്ക്. അങ്ങനെ അവിടെ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നു. അപ്പൊ കറണ്ട് കുറയും. സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്കുള്ള ഇലക്ട്രോൺസിന്റെ ഫ്ലോ കുറയും, അല്ലെങ്കിൽ നമുക്ക് പറയാം കറണ്ട് കുറയും. അതേപോലെ തന്നെ ഇവിടെയും നമ്മുടെ ആ ഒരു പിഞ്ച് ഓഫ് കണ്ടീഷൻ ഒക്കെ ഒക്കർ ചെയ്യുന്നുണ്ട്. നമ്മുടെ JFET-നകത്ത് പഠിച്ച പോലെ, JFET-ന്റെ വർക്കിംഗ് പോലെ തന്നെയാണ് ഇത്. ഡിപ്ലീഷൻ മോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇക്വലൻ ടു ആൻ N ചാനൽ JFET. കാരണം VGS കൂടുമ്പോൾ അവിടെയും സംഭവിക്കുന്നത് എന്താണ്? VGS കൂടുമ്പോൾ അവിടെയും ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുവാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു N ചാനൽ JFET-നകത്ത് നമ്മൾ ഗേറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഒരു റിവേഴ്സ് ബയാസ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. അങ്ങനെ ഡിപ്ലീഷൻ റീജിയൻ ഒരു ഡ്രെയിൻ സൈഡിൽ മീറ്റ് ചെയ്യുമെന്നൊക്കെ നമ്മൾ പഠിച്ചു. അതിനെയാണ് പിഞ്ച് ഓഫ് എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെയും എന്താണ്? ഡ്രെയിൻ സൈഡിൽ ആ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കൂടി അങ്ങനെ അവിടെ പിഞ്ച് ഓഫ് സംഭവിക്കും. പിഞ്ച് ഓഫ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സാച്ചുറേഷൻ സംഭവിക്കും. അപ്പൊ ക്യാരയൊക്കെ എക്സാക്ട്ലി സിമിലർ ടു ദാറ്റ് ഓഫ് JFET ആണ്. അപ്പൊ ഇവിടെയും ഡിപ്ലീഷനും അതേപോലെ തന്നെ സാച്ചുറേഷനും ഒക്കെ അല്ലെങ്കിൽ പിഞ്ച് ഓഫും സാച്ചുറേഷനും ഒക്കെ നടക്കുന്നത് കൊണ്ടാണ് നമ്മളൊരു ഡിപ്ലീഷൻ മോഡ് ഓഫ് ഓപ്പറേഷനെ നമ്മൾ JFET-ന് ഇക്വലന്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് രണ്ട് കേസായിട്ട് പറയാം. കേസ് 1-ല് ഞാൻ പറഞ്ഞു VGS 0 ആണ്, VDS അപ്ലൈ ചെയ്താൽ മതി, അവിടെ കറണ്ട് ഫ്ലോ ചെയ്യും, ID വിൽ ഫ്ലോ, കാരണം അവിടെ ചാനൽ ഉണ്ട്. ഇനി കേസ് 2 എന്ന് പറയുന്നത് എന്താണ്? കേസ് 2 എന്ന് പറയുന്നത് നമ്മള് VGS ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിന് അതൊരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഞാൻ VDS അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. VDS അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ VGS വെച്ചിട്ട് കറണ്ടിനെ കൺട്രോൾ ചെയ്യുവാണ്. നേരത്തെ കറണ്ട് മാക്സിമം ആണെങ്കിൽ ഇവിടെ VGS നെഗറ്റീവ് കൊടുക്കുമ്പോൾ അവിടെ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. ആ ചാനലിന് ക്രോസ് ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. കാരണം നമ്മുടെ P സബ്സ്ട്രേറ്റിൽ നിന്ന് ഹോൾസിനെ അട്രാക്ട് ചെയ്യണം. ഇവിടുന്ന് ഹോൾസിനെ ആ നെഗറ്റീവ് പൊട്ടൻഷ്യൽ അട്രാക്ട് ചെയ്യും. ഓക്സൈഡ് ഒരു തിൻ ഓക്സൈഡ് ആണ്. ഈ ഓക്സൈഡ് നമ്മളിങ്ങനെ വരച്ചേക്കുന്നതെങ്കിലും ഇത് വളരെ തിന്നായിട്ടുള്ള ഓക്സൈഡ് ആണ്. അപ്പൊ ഈ കൊടുക്കുന്ന നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇതിനകത്തുള്ള ഹോൾസിനെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. സോ ആ ഒരു ചാനലില് ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടന്ന് അവിടെ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. നമ്മുടെ PN ജംഗ്ഷനിലൊക്കെ പഠിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. അതാണ് ഈ വരച്ചു വെച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ ഡിപ്ലീഷൻ റീജിയൻ ആ N ചാനലിനകത്ത് ഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പിഞ്ച് ഓഫ് സംഭവിക്കും. ഇതിങ്ങനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിനാണ് പിഞ്ച് ഓഫ്. അപ്പൊ ഇത് പിഞ്ച് ഓഫ് സംഭവിച്ചിരിക്കുന്ന ഒരു ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കൂടി അവിടെ പിഞ്ച് ഓഫ് സംഭവിക്കും. പിഞ്ച് ഓഫിന് ശേഷം അവിടെ സാച്ചുറേഷൻ നടക്കും. സോ ഇത് നമ്മുടെ ഡിപ്ലീഷൻ മോഡ് ഓപ്പറേഷൻ ഇറ്റ് ഈസ് ഇക്വലൻ ടു, ആ ഒരു പോയിന്റ് പഠിക്കുക, ഇറ്റ് ഈസ് ഇക്വലൻ ടു JFET-ന്റെ ഓപ്പറേഷനുമായിട്ട് ഇക്വലൻസി അതിനുണ്ട്. സോ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നു. ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ID വിൽ ബി കൺട്രോൾഡ്. സോ ID നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ID വിൽ റെഡ്യൂസ് എന്നൊക്കെ പറയാം. ID വിൽ റെഡ്യൂസ്. സോ ഇതാണ് നമ്മുടെ ആ ഒരു കണ്ടീഷൻ. അവിടെ റെഡ്യൂസ് മാത്രമല്ല, അവിടെ സാച്ചുറേഷൻ നടക്കും, പിഞ്ച് ഓഫ് സംഭവിക്കും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സോ ഇതാണ് ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഒരു N ചാനൽ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിന്റെ. സോ ഇവിടെ നമുക്ക് ആ പോയിന്റ്സ് എല്ലാം ഒന്നുകൂടെ നോക്കാം.
For a depletion NMOS അല്ലെങ്കിൽ NMOS transistor, the channel conduct even if VGS is 0. വളരെ ഇമ്പോർട്ടന്റ് ആണ്. VGS കൊടുത്തില്ലെങ്കിലും, കാരണം അതുകൊണ്ടാണ് ഇതിനെ നോർമലി ഓൺ എന്ന് വിളിക്കുന്നത്. ഒരു ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കൊടുത്തില്ലെങ്കിലും ആ ഡിപ്ലീഷൻ ടൈപ്പ് NMOS ഓൺ ആവും. ഇനി നമ്മൾ കൊടുക്കുന്ന ഒരു VGS പോസിറ്റീവ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പിക്കകത്തുള്ള ഇലക്ട്രോൺസിനെ അത് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ? മോർ ഇലക്ട്രോൺസ് ആർ അട്രാക്റ്റഡ് ടു ദ ചാനൽ ആൻഡ് കണ്ടക്ടിവിറ്റി വിൽ ഇൻക്രീസ്. അപ്പൊ അത് നമുക്ക് പറയാം എൻഹാൻസ്മെന്റ് മോഡിൽ നടക്കുന്നത് പോലെ തന്നെ VGS പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും, കണ്ടക്ടിവിറ്റി കൂടും. ഇനി നമ്മുടെ ഓപ്പറേഷൻ ഇതാണ്, കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് ഇതാണ്. VGS നെഗറ്റീവ് കൊടുക്കുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നെഗറ്റീവ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പറയാം ഫ്രീ ഇലക്ട്രോൺസ് ആർ എക്സ്പെൽഡ് അല്ലെങ്കിൽ റിപ്പൽഡ് എന്നൊക്കെ പറയുവാണെങ്കിൽ അവിടേക്ക് ഹോൾസിനെ അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയാം. ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യുന്ന പറഞ്ഞാൽ ഹോൾസിനെ അട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പം ഇവിടെ ഇലക്ട്രോൺസിനെ അവിടെ റിപ്പൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഹോൾസിനെ അട്രാക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അങ്ങനെ ചാനലിന്റെ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് പറയാം അവിടെ ഒരു ഡിപ്ലീഷൻ നടക്കും, ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. ചാനൽ ഡിപ്ലീഷൻ വിൽ ഒക്കെ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ അവിടെ പിഞ്ച് ഓഫ് സംഭവിക്കും. ഡിപ്ലീഷൻ റീജിയൻ ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് പിഞ്ച് ഓഫ് എന്ന് പറയുന്നത്. സോ അതൊക്കെ ഇവിടെ നടക്കാം. സോ നമുക്ക് പറയാം അങ്ങനെ ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ചാനൽ വിൽ കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റഡ്. അങ്ങനെ ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലിനെ നമുക്ക് പറയാം, ആ സമയത്ത് നമുക്ക് അതിനെ കട്ട് ഓഫ് റീജിയൻ എന്നൊക്കെ വിളിക്കാം. അപ്പോ നമുക്കവിടെ ഇത് മോസ്ഫെറ്റിന്റെ രീതിയിൽ പറയാം. ഡ്രെയിൻ ക്യാര വെച്ച് പറയുവാണെങ്കിൽ, ഡ്രെയിൻ വോൾട്ടേജ് വെച്ചിട്ട് പറയുവാണെങ്കിൽ നമുക്ക് പറയാം ഡ്രെയിൻ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് പിഞ്ച് ഓഫ്, സാച്ചുറേഷൻ ഒക്കെ അവിടെ സംഭവിക്കും. സോ VGS എന്ന് പറയുന്നത് ഡ്രെയിൻ കറണ്ടിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബയാസിംഗ് ആണ് VGS എന്ന് പറയുന്നത്. സോ ഇവിടെ ആ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്ന ആ VGSനെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് വോൾട്ടേജ്. അപ്പൊ നമ്മൾ എൻഹാൻസ്മെന്റിന്റെ കേസിൽ അങ്ങനെയല്ല പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു മോസ്ഫെറ്റിന്റെ നോർമൽ ഓപ്പറേഷൻ പറയുമ്പോൾ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ചാനൽ ഓൺ ആവാൻ അല്ലെങ്കിൽ ഒരു മോസ്ഫെറ്റ് ഓൺ ആവാൻ വേണ്ടുന്ന മിനിമം ഗേറ്റ് വോൾട്ടേജ് ആണ്. ഇവിടെ ഡിപ്ലീഷന്റെ കേസിൽ അങ്ങനെയല്ല പറയുന്നത്, ചാനൽ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്ലീറ്റഡ് ആവാൻ വേണ്ടുന്ന ഗേറ്റ് വോൾട്ടേജിനെ അല്ലെങ്കിൽ ആ നെഗറ്റീവ് ഗേറ്റ് വോൾട്ടേജിനെയാണ് ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. നോർമലി ഒരു ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് എൻ ചാനൽ എൻഹാൻസ്മെന്റ് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇനി ഡിപ്ലീഷൻ ടൈപ്പിൽ എങ്ങനെയാണ് ത്രെഷോൾഡ് വോൾട്ടേജിനെ ഡിഫൈൻ ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിലാണ് നമ്മൾ ഈ ആൻസർ എഴുതേണ്ടത്. നെഗറ്റീവ് വാല്യൂ ഓഫ് VGS അറ്റ് വിച്ച് ചാനൽ ഈസ് കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റഡ്. അതിനെയാണ് നമ്മൾ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. ഒരു മോസ്ഫെറ്റിന്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എൻഹാൻസ്മെന്റിന്റെ കേസിൽ ആ VTH എന്ന് പറയുന്നത് ചാനൽ ഫോം ചെയ്യാൻ അല്ലെങ്കിൽ മോസ്ഫെറ്റ് ഓൺ ആവാൻ വേണ്ടുന്ന വോൾട്ടേജ് ആണ്. അപ്പൊ ഇതാണ് ഇതിൽ തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് പറയാം ഇവിടെയും VGS ഷുഡ് ബി ഗ്രേറ്റർ ദാൻ VT ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ് ആയിരിക്കണം. ദെൻ അതേപോലെ തന്നെ അത് എൻഹാൻസ്മെന്റ് മോഡലിലെ പോലെ തന്നെ VGS ഷുഡ് ബി ഗ്രേറ്റർ ദാൻ VT ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ VGS മൈനസ് VT എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0. അത് ഈ കണ്ടീഷനിൽ തന്നെ പറയാം. VGS ഓവർ ഡ്രൈവ് വോൾട്ടേജ് ഷുഡ് ബി VGS മൈനസ് VT ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ VGS ഗ്രേറ്റർ ദാൻ VT എന്നും നമുക്ക് പറയാം. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ ഇവിടെയും സാറ്റിസ്ഫൈഡ് ആണ് എൻഹാൻസ്മെന്റിലെ പോലെ തന്നെ. ദെൻ ഇനി നമുക്ക് രണ്ട് ഡിഫറൻസ്, രണ്ടിന്റെയും സിമ്പൽ ഒരു എൻമോസിന്റെയും പിമോസിന്റെയും സർക്യൂട്ട് സിമ്പൽ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഡിപ്ലീഷൻ ആണെന്ന് കാണിക്കാനാണ് നടുക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നത് ആ ഒരു ചാനൽ. ഇപ്പൊ അവിടെ ഷെയ്ഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പറയാം ദിസ് ഈസ് എന്താണ് എൻഹാൻസ്മെന്റ് ടൈപ്പ് എന്ന് നമുക്ക് വിളിക്കാം. ഇവിടെ ഇങ്ങനെ നടുക്ക് ഷെയ്ഡ് ചെയ്ത് അങ്ങനെ പല രീതിയിൽ നമ്മൾ സിമ്പിൾസ് വരയ്ക്കാറുണ്ട്. സോ ഇത് ഇങ്ങനെ നടുക്ക് ഷെയ്ഡ് ചെയ്തേക്കുന്നത് ഡിപ്ലീഷൻ ടൈപ്പിനെ കാണിക്കാനാണ്. അപ്പൊ ഇതിനകത്ത് എൻമോസും ഉണ്ട് പിമോസും ഉണ്ട്. സോ ത്രെഷോൾഡ് വോൾട്ടേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആൻഡ് ഇറ്റ് ഷുഡ് ബി നെഗറ്റീവ് അല്ലെ. ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്തിട്ടാണ് ചാനലിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്ലീറ്റഡ് ആക്കുന്നത്. സോ ദ വാല്യൂ ഓഫ് VT ഷുഡ് ബി നെഗറ്റീവ് ഫോർ എ എൻമോസ്, ഡിപ്ലീഷൻ ടൈപ്പ് എൻമോസ്. അതേസമയം ഒരു PMOS ഡിവൈസ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എൻമോസും PMOസും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. PMOS ഡിവൈസിനകത്ത് നമ്മുടെ VT എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. സോ അങ്ങനെ കുറച്ച് ബേസിക് ഡിഫറൻസ് ഡിപ്ലീഷൻ ടൈപ്പ് എൻമോസും ഡിപ്ലീഷൻ ടൈപ്പ് PMOസും തമ്മിലുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ എൻഹാൻസ്മെന്റിന്റെ ഒരു കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് കൂടെ ലാസ്റ്റ് പറയാം. അതിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള
ഇപ്പൊ എപ്പോഴാണ് സാച്ചുറേഷനിൽ പോകുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ലീനിയറിൽ പോകുന്നത് ഉള്ള ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഡിപ്ലീഷന്റെ ഒരു കമ്പാരിസൺ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എൻഹാൻസ്മെന്റും ഡിപ്ലീഷനും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. പക്ഷെ ഒരു എൻമോസും പിമോസും തമ്മിലുള്ള അത് എൻഹാൻസ്മെന്റിന്റെ കേസിൽ പഠിച്ചാൽ മതി. ഒരു എൻമോസും പിമോസും എൻഹാൻസ്മെന്റ് ടൈമിൽ എങ്ങനെയാണത് ഏത് റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് അറിയേണ്ടതാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത് എൻഹാൻസ്മെന്റ് ടൈപ്പ് തന്നെയാണ്. കാരണം ഒരു നോർമൽ വർക്കിംഗ് രീതിയിലാണ് സാധാരണ നമുക്ക് മോസ്ഫെറ്റിനെ പറ്റി ചോദിക്കാറുള്ളത്. അപ്പൊ അവര് എൻഹാൻസ്മെന്റ് എന്ന് എടുത്ത് അങ്ങനെ പറയാറില്ല. അപ്പൊ മോസ്ഫെറ്റിന്റെ ഓപ്പറേഷൻ അപ്പൊ അതൊരു എൻ ചാനൽ എൻഹാൻസ്മെന്റ് വെച്ചിട്ടാണ് അവർ സാധാരണ ചോദിക്കാറുള്ളത്. പിന്നെ നമുക്ക് സിലബസിൽ ഡിപ്ലീഷനും പറയുന്നുണ്ട്. അപ്പൊ ഡിപ്ലീഷനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പൊ ഇത് രണ്ടും ഒരു എൻമോസും പിമോസും ഡിപ്ലീഷൻ ടൈപ്പിന്റെ ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ത്രെഷോൾഡ് വോൾട്ടേജ് ഒരിടത്ത് ലെസ് ദാൻ 0 ആണ്, പിമോസിന്റെ കേസിൽ അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. പോസിറ്റീവ് ആണ്, ഒരിടത്ത് നെഗറ്റീവ് ആണ്. അതാണ് ഡിഫറൻസ്. സർക്യൂട്ടിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞു. ഡിപ്ലീഷൻ എന്ന് കാണിക്കാനാണ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തേക്കുന്നത്. എൻമോസിനും പിമോസിനും സോഴ്സ് സൈഡിലുള്ള ആരോ ശ്രദ്ധിച്ചാൽ മതി, ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഇവിടെ ആരോ കൊടുത്തേക്കുന്നത് ഇവിടാണ്. സോഴ്സിൽ ഔട്ട്വേർഡ്സ് ആണ് എൻ ടൈപ്പ്. പി ടൈപ്പ് ആണെങ്കിൽ അത് അകത്തേക്കാണ്. സോ ഈ വർക്കിംഗ് ജനറലി ഒന്നും കൂടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തേക്കുവാണ്. ഡിവൈസ് ഇസ് നോർമലി ഓൺ വെൻ ഫോർ 0 ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. കാരണം നമ്മൾ ഒരു VDS അപ്ലൈ നേരത്തെ പറഞ്ഞു, ഒരു VDS അപ്ലൈ ചെയ്താൽ തന്നെ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. നമുക്ക് അവിടെ ഒരു ID മെഷർ ചെയ്യാൻ പറ്റും. ഇവിടെ ID നമുക്ക് കിട്ടും. കാരണം VDS മാത്രം അപ്ലൈ ചെയ്താൽ മതി 0 ഗേറ്റ് വോൾട്ടേജ് ആണെങ്കിൽ. Then the drain current can be controlled by varying the depletion charge carriers in the channel. അപ്പൊ നമ്മൾ ഡ്രെയിൻ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് VGS അപ്ലൈ ചെയ്തിട്ടാണ്. ഒരു നെഗറ്റീവ് VGS അപ്ലൈ ചെയ്ത് നമ്മൾ ആ ചാനലിലുള്ള ചാർജ് കാരിയേഴ്സിനെ നമ്മൾ ഡിപ്ലീറ്റഡ് ആക്കുവാണ്. അങ്ങനെയാണ് കറണ്ടിനെ അവിടെ കൺട്രോൾ ചെയ്യുന്നത്. ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നു അല്ലെങ്കിൽ കറണ്ടിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നു. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്താണ്? മോർ നെഗറ്റീവ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. സോ അതാണ് അതിന്റെ ആ ഡിപ്ലീഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ. ദെൻ ബാക്കി പറഞ്ഞിരിക്കുന്നത് അതാണ്, കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ അവിടുന്ന് റിപ്പൽ ചെയ്ത് മാറ്റുന്നു, അല്ലെങ്കിൽ ഹോൾസിനെ അവിടെ റീകോമ്പിനേഷന് വേണ്ടി കൊണ്ടുവരുന്നു. അതൊക്കെയാണ് ഈ ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഡിപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രീ ഓഫ് ചാർജ് കാരിയേഴ്സ്. ചാർജ് കാരിയേഴ്സിനെ ആ ചാനലിൽ നിന്നും ഡിപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നതിനെയാണ് ആ ഡിപ്ലീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് ആ ഡിപ്ലീഷൻ കണ്ടീഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ത്രെഷോൾഡ് വോൾട്ടേജ് വേണം. അതൊരു നെഗറ്റീവ് ത്രെഷോൾഡ് വോൾട്ടേജ് ആയിരിക്കണം ഗേറ്റ് കൊടുക്കുന്നത്. ആ നെഗറ്റീവ് ത്രെഷോൾഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഡിപ്ലീഷൻ റീജിയനെ അവിടെ കൊണ്ടുവരാൻ പറ്റും. സോ സെയിം പോയിന്റ് ആണ്. The channel is for a depletion mode MOSFET. The channel is fully conductive and current flows between drain and source when the gate. അതായത് സോഴ്സിൽ നിന്നും ഡ്രെയിനിലേക്കാണ് ചാർജ് കാരിയേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ്, ഒരു എൻ ചാനലിനകത്താണെങ്കിൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്കായിരിക്കും. സോ പിന്നെ ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ത്രെഷോൾഡ് കണ്ടീഷൻ അച്ചീവ് ചെയ്യും. അവിടെ ഡിപ്ലീഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഒക്കർ ചെയ്യും. സോ ദെൻ അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് കറണ്ടിനെ രണ്ട് രീതിയിൽ കൺട്രോൾ ചെയ്യാം. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. നമുക്ക് ഒരു മോസ്ഫെറ്റ് ഇല്ല, അതിപ്പോ എൻഹാൻസ്മെന്റ് ആണെങ്കിലും ഡിപ്ലീഷൻ ആണെങ്കിലും നമ്മൾ കറണ്ടിനെ ഡ്രെയിനിനെ കൺട്രോൾ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് VGS വെച്ചിട്ടും ഒന്ന് VDS വെച്ചിട്ടും. രണ്ട് വോൾട്ടേജ് വെച്ചിട്ടും എനിക്ക് ഡ്രെയിൻ കറണ്ടിനെ കൺട്രോൾ ചെയ്യാം. നമ്മൾ പെട്ടെന്ന് കയറി VGS എന്ന് മാത്രം പറയരുത്. കാരണം ഒരു ചാനലിനെ കൺട്രോൾ ചെയ്യുന്നത് VGS-ഉം VDS-ഉം ആണ്. എൻഹാൻസ്മെന്റ് ആയാലും ഡിപ്ലീഷൻ ആയാലും രണ്ടിനും റോൾ ഉണ്ട്. ഇപ്പൊ എൻഹാൻസ്മെന്റിനകത്ത് VGS കൊടുത്താൽ മാത്രമേ ചാനൽ ഫോം ചെയ്യത്തുള്ളൂ. അതേപോലെ തന്നെ VDS അപ്ലൈ ചെയ്ത് നമുക്ക് കറണ്ടിനെ കൺട്രോൾ ചെയ്യാം. ഡിപ്ലീഷനകത്ത് അതേ കേസാണ്. നമുക്ക് ഡിപ്ലീഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ VGS നെഗറ്റീവ് കൊടുക്കണം. ഇനി VDS അപ്ലൈ ചെയ്തും നമുക്ക് കറണ്ടിനെ കൺട്രോൾ ചെയ്യാം. അപ്പൊ ബോത്ത് കേസസ് നമുക്ക് കറണ്ടിനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാന്ന് ചോദിച്ചാൽ VGS-ഉം VDS-ഉം ആണ്. ഇനി ഇതൊരു ട്രാൻസ്ഫർ ക്യാരയാണ്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാവുന്നതേ ഉള്ളൂ. കാരണം നമ്മളിവിടെ കൊടുക്കുന്ന എന്താണ്? VGS 0 ആണ്. ഞാൻ VDS അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കറണ്ട് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അതാണ് IDSS എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. VGS 0 ആണെങ്കിൽ നമുക്ക് കറണ്ട് മാക്സിമം കിട്ടും. ഇനി VGS നെഗറ്റീവ് കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ കറണ്ട് കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഡിപ്ലീറ്റഡ് ആവും. ഈ പോയിന്റ് ആണ് നമ്മുടെ ഡിപ്ലീറ്റഡ് അല്ലെ? ചാനൽ ഈസ് കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റഡ്.
ചാനൽ ഈസ് ഡിപ്ലീറ്റഡ് എന്ന് പറയാം ഈ ഒരു കണ്ടീഷനിൽ. ആ വോൾട്ടേജിനെയാണ് നമ്മൾ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി VGS പോസിറ്റീവ് സൈഡിലോട്ട് ഇൻക്രീസ് ചെയ്താലോ അത് എൻഹാൻസ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ കറണ്ട് കൂടുന്നതായിട്ട് കാണാം. അതൊരു എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റ് പോലെ ഓപ്പറേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഡിപ്ലീഷൻ എൻഹാൻസ്മെന്റും ട്രാൻസ്ഫർ ക്യാരയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. എപ്പോഴും ഓർക്കുക, ട്രാൻസ്ഫർ ക്യാര പ്ലോട്ട് ചെയ്യുന്നത് IDയും VGSഉം തമ്മിലാണ്. ട്രാൻസ്ഫർ ക്യാര പ്ലോട്ട് ചെയ്യുന്നത് ID വേഴ്സസ് VGS ആണ്. VDS കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ VDSന്റെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, VDS അപ്ലൈ ചെയ്തിട്ടുണ്ട്, VDS ഇസ് എ കോൺസ്റ്റന്റ്. സോ ID വേഴ്സസ് VGS ഇതാണ് ട്രാൻസ്ഫർ ക്യാര. ഇവിടെ റിലേഷൻ കൂടി അതിനകത്ത് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ JFET-നകത്തൊക്കെ പഠിക്കുന്ന ഇക്വേഷൻ ID is equal to IDSS into 1 minus VGS by VGS off. ആ VGS off എന്ന് പറയുന്നതാണ് VT. ആ VGS off-നെ നമുക്ക് എന്ത് പറയാം? VT എന്നും പറയാം. VGS off is same as VT. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു റിലേഷൻ, ഒരു ഇക്വേഷൻ എന്ന് പറയാം. നമുക്ക് ആ ഒരു നമ്മുടെ JFET-നകത്ത് സെയിം ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സോ ഇതാണ് കറണ്ടിന്റെ ഇക്വേഷൻ. സോ VGS പോസിറ്റീവ് ആണെങ്കിൽ then it will operate like a enhancement MOSFET. Then if VGS is negative, then അവിടെ ഡിപ്ലീഷൻ സംഭവിക്കും. നമുക്ക് അവിടെ ത്രെഷോൾഡ് കണ്ടീഷൻ അച്ചീവ് ചെയ്യും. ആ ഒരു സമയത്താണ് കംപ്ലീറ്റഡ് ആയിട്ട് ഡിപ്ലീറ്റഡ് ആയി പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയണം. അടുത്തത് ട്രാൻസ്ഫർ ക്യാരയാണ്. വളരെ എളുപ്പമാണ്. ട്രാൻസ്ഫർ ക്യാര നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇതിനകത്തും നമുക്ക് ഡ്രെയിൻ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഇത് ലീനിയർ റീജിയൻ, ലീനിയർ ആണ്, ഇത്രയും ലീനിയർ ആണ്. ദെൻ അവിടെ പിഞ്ച് ഓഫ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇതെല്ലാം നടക്കുന്നുണ്ട്. ലീനിയർ ആവുന്നുണ്ട്, ചാനൽ പിഞ്ച് ഓഫ് ആവുന്നുണ്ട്. VDS അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് VDS കൂടുന്നതനുസരിച്ചും ഡ്രെയിൻ സൈഡില് പൊട്ടൻഷ്യലി കൂടുവാണ്. ഡ്രെയിൻ സൈഡിൽ പൊട്ടൻഷ്യലി കൂടുമ്പോൾ അവിടെ കൂടുതൽ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യാം. അപ്പം ലീനിയർ ആവാം, അതുപോലെ തന്നെ അവിടെ പിഞ്ച് ഓഫ് സംഭവിക്കാം. ദെൻ അതിനുശേഷം സാച്ചുറേഷനും സംഭവിക്കാം. അപ്പൊ ഡ്രെയിൻ ക്യാരയാണ്. ഓക്കെ, ട്രാൻസ്ഫർ ക്യാര എന്നല്ല, ഡ്രെയിൻ ക്യാരയാണ്. സ്ലൈഡ് കറക്റ്റ് ചെയ്ത് തരാം. സോ ദിസ് ഇസ് ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി MOSFET. അപ്പൊ ഇതെങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്? ഡ്രെയിൻ ക്യാര ഇസ് പ്ലോട്ടഡ് വിത്ത് ID വേഴ്സസ് VDS. നേരത്തെ VGS ആണെങ്കിൽ ഇവിടെ VDS ആണ്. നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത് VGS ആയിരിക്കും. നേരത്തെ ട്രാൻസ്ഫർ ക്യാര പ്ലോട്ട് ചെയ്യുമ്പോൾ VDS കോൺസ്റ്റന്റ് ആക്കി വെച്ചു. ഇവിടെ IDയും VDSഉം തമ്മിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ VGSനെ കോൺസ്റ്റന്റ് ആക്കി വെക്കുക. നമുക്കിവിടെ നമ്മുടെ റീജിയനും അല്ലെങ്കിൽ പിഞ്ച് ഓഫ് പോയിന്റുകളും ഒക്കെ ഈ ലോക്കസ് ഓഫ് പിഞ്ച് ഓഫ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ സെറ്റ് ഓഫ് പോയിന്റ്സിനെയാണ് നമ്മൾ പിഞ്ച് ഓഫ് എന്ന് വിളിക്കുന്നത്. ഇത് കുറെ ഗ്രാഫുകൾ കാണിച്ചേക്കുവാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ നോക്കുക, VGS 1 വോൾട്ട് ആയിരുന്ന സമയത്ത് കറണ്ട് വളരെ കൂടുതലാണ്, കാരണം അതിനൊരു എൻഹാൻസ്മെന്റ് നേച്ചറാണ്. ഇനി VGS നെഗറ്റീവ് ആവുന്നതനുസരിച്ച്, കണ്ടോ, ഇവിടോട്ട് പോകുന്നതോറും VGS നെഗറ്റീവ് ആണ്. VGS നെഗറ്റീവ് ആവുന്നതനുസരിച്ച് ചാനല് ഡിപ്ലീറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കറണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഡിഫറെന്റ് കർവിൽ നിന്ന് ഒബ്സർവ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ VGS 1 എപ്പോഴും ഏറ്റവും മുകളിലായിരിക്കും. VGS 0 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ VGS കുറയുന്നതനുസരിച്ച് കറണ്ട് കുറയും. അതിന്റെ റീസൺ നമുക്കറിയാം. VGS എപ്പോഴും ഒരു N ചാനൽ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിൽ അത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്തിട്ടാണ് ഡ്രെയിൻ കറണ്ടിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. സോ മാക്സിമം കറണ്ടിനെയാണ് IDSS എന്ന് പറയുന്നത്. അതായത് VGS അപ്ലൈ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഉള്ള കറണ്ട്. ഇവിടെ VGS 0 ആയിരിക്കുമ്പോൾ ഉള്ള മാക്സിമം കറണ്ട് ആണ് IDSS. കാരണം അവിടെ ചാനൽ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്ത് തുടങ്ങിയില്ല. അവിടെ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ഒരു പാത്ത് ഉണ്ട്. അപ്പൊ അവിടെ കറണ്ട് മാക്സിമം ആയിരിക്കും IDSS. ആ മാക്സിമം സാച്ചുറേഷൻ കറണ്ട് ആണ് IDSS എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഡ്രെയിൻ ക്യാരയും ട്രാൻസ്ഫർ ക്യാരയും ഒക്കെ പറഞ്ഞു. ഇനി ഞാൻ ഒരു N ചാനൽ, നമ്മുടെ വീണ്ടും ഡിപ്ലീഷനെ കുറിച്ച് അധികം വേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ എൻഹാൻസ്മെന്റിന്റെ കുറച്ച് ഡിഫറൻസ് ഞാൻ പറയാം. ഒരു NMOS, ഒരു PMOS, ഇവര് തമ്മിലുള്ള കുറച്ച് ഡിഫറൻസ്. ഇത് രണ്ടും എൻഹാൻസ്മെന്റ് ആണ്. എൻഹാൻസ്മെന്റ് ടൈപ്പിലുള്ള എൻഹാൻസ്മെന്റ് മോഡിലുള്ള എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റിനകത്തുള്ള ഒരു NMOSഉം PMOSഉം തമ്മിലുള്ള കുറച്ച്
റിലേഷൻസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഓൺ ആവുന്ന, ഓഫ് ആവുന്ന, അല്ലെങ്കിൽ അതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഒരു NMOS എൻഹാൻസ്മെന്റ് NMOS ആണെങ്കിൽ, N ചാനൽ മോസ്ഫെറ്റ് ആണെങ്കിൽ, അതാണ് NMOS എന്ന് വിളിക്കുന്നത്. അതിന്റെ VGS ലെസ് ദാൻ VT ആണെങ്കിൽ, ഒരു N ചാനൽ മോസ്ഫെറ്റിന്റെ ഞാനിപ്പോ VGSN കൊടുക്കുവാണ്. VGSN എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഓഫ് N ചാനൽ മോസ്ഫെറ്റ്. സോ VTN എന്ന് പറയുന്നത് അതിന്റെ ത്രെഷോൾഡ് വോൾട്ടേജ്, ആ N ചാനൽ മോസ്ഫെറ്റിന്റെ ത്രെഷോൾഡ് വോൾട്ടേജ്. VGS ലെസ് ദാൻ VTN ആണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് NMOS ഈസ് ഇൻ കട്ട് ഓഫ് റീജിയൻ. VGS എപ്പോഴും ഗ്രേറ്റർ ദാൻ VTN ആയിരിക്കണം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. അപ്പൊ അത് കട്ട് ഓഫിലാണ്, കറണ്ട് ഒന്നുമില്ല, ID 0 ആയിരിക്കും. ഇനി PMOS എടുക്കുവാണെങ്കിലോ ഈ സെയിം റിലേഷൻ തിരിച്ചെഴുതിയാൽ മതി. VGSP, P മോസ്ഫെറ്റിന്റെ VGS എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ VTP ആയിരിക്കണം. ഇതാണ് ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ VTN ആൻഡ് VTP. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ നിന്ന് മെൻഷൻ ചെയ്തേക്കാം. VTN എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, VTP എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ NMOSും PMOSും കമ്പയർ ചെയ്യുമ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ അറിയണം. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് എപ്പോഴും NMOS ആണ്, കാരണം ഒരു മോസ്ഫെറ്റ് നോർമലി എങ്ങനെയാണോ ആ രീതിയിലാണ്. സോ VGSN ലെസ് ദാൻ VTN ആണെങ്കിൽ NMOSൽ അത് കട്ട് ഓഫ് ആണ്. പക്ഷെ PMOS വരുമ്പോൾ നേരെ തിരിച്ചാണ് വരുന്നത്. VGSP ഗ്രേറ്റർ ദാൻ VTP ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഇൻ കട്ട് ഓഫ്. അന്നേരമാണ് അതിനെ കട്ട് ഓഫ് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഞാൻ പറയുവാണ്. സപ്പോസ് VGSN ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു VTN. മോസ്ഫെറ്റ് ഓൺ ആണ്. അപ്പൊ മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷനിൽ ഇത് ലീനിയർ ഓർ സാച്ചുറേഷൻ. മോസ്ഫെറ്റ് ഓൺ ആണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഇത് ലീനിയറിൽ പോവാം, അല്ലെങ്കിൽ സാച്ചുറേഷനിൽ പോവാം. ഇനി ഇപ്പുറത്തേക്ക് വന്നാലോ, ഈ VGSP എന്ന് പറയുന്നത്, അതായത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഓഫ് P എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു VTP. ഇതാണ് കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം then it will be in linear or saturation. അപ്പൊ എന്താണോ NMOS പഠിക്കുന്നത് അത് മാത്രം പഠിച്ചാൽ മതി. അതിനെ നേരെ റിവേഴ്സ് ചെയ്ത് എഴുതിയാൽ മതി, നമുക്ക് PMOSന്റെ എഴുതാൻ പറ്റും. സോ ദിസ് മോസ്ഫെറ്റ് ഈസ് ഓൺ എന്ന് വെച്ചാൽ ലീനിയർ ഓർ സാച്ചുറേഷൻ. ഇനി നമുക്കിത് ലീനിയർ ആണോ സാച്ചുറേഷൻ ആണോ? രണ്ടാമത്തെ കണ്ടീഷനിൽ നമുക്കിത് ലീനിയറും ആവാം സാച്ചുറേഷനും ആവാം. അതെങ്ങനെ ഐഡന്റിഫൈ എന്ന് പറയുന്നത്, അത് VDS വെച്ചിട്ടാണ്. സപ്പോസ് VDSN ലെസ് ദാൻ VGSN മൈനസ് VTN. അപ്പൊ എല്ലായിടത്തും ഞാൻ N കൊടുക്കാൻ കാരണം അത് NMOS ആണെന്ന് കാണിക്കാനാണ്. VDS VG മൈനസ് VT, VG മൈനസ് VT നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓവർ ഡ്രൈവ് വോൾട്ടേജ് ആണ്. ആ ഓവർ ഡ്രൈവ് വോൾട്ടേജിനെ കാട്ടി വളരെ കുറവാണ് VD എങ്കിൽ then the MOSFET will be in linear region. Then അതേപോലെ തന്നെ if VDSN is greater than VGSN minus VTN ആണെങ്കിൽ then that MOSFET is in saturation. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു മോസ്ഫെറ്റ് ഓൺ ആണെങ്കിൽ, അല്ലെങ്കിൽ VGSന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ, അല്ലാതെ കട്ട് ഓഫ് അല്ലാതെ ലീനിയറിലോ അല്ലെങ്കിൽ സാച്ചുറേഷനിലോ ആണെങ്കിൽ നമ്മൾ സാച്ചുറേഷൻ ആണോ ലീനിയർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന്റെ VDS വെച്ചിട്ടാണ്. സോ VDSN ഷുഡ് ബി ലെസ് ദാൻ VGSN മൈനസ് VTN. അതായത് VDS വളരെ കുറവാണെങ്കിൽ ദാറ്റ് ഈസ് ലീനിയർ ഓപ്പറേഷൻ. ദെൻ VDSN കൂടുതലാണെങ്കിലോ നമ്മുടെ ഓവർ ഡ്രൈവിനെ കാട്ടി അതിനെയാണ് സാച്ചുറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു മോസ്ഫെറ്റിന്റെ കേസിൽ ഈ രണ്ട് കേസസ് പഠിച്ചു വെക്കണം. ആദ്യത്തെ കേസിൽ അത് ഓഫാണ്, ഓഫായി കഴിഞ്ഞാൽ പിന്നെ ഡ്രെയിൻ കറണ്ട് ഇല്ല, അപ്പൊ സാച്ചുറേഷന് ലീനിയറും ഒന്നും ഇല്ല. ഇനി PMOSലാണെങ്കിലോ നേരെ തിരിച്ചെഴുതിയാൽ മതി, അത് ഫസ്റ്റ് കേസ് ആയാലും സെക്കൻഡ് കേസ് ആയാലും. ഇനി സെക്കൻഡ് കേസിന്റെ നമ്മൾ ലീനിയർ ആണോ സാച്ചുറേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സപ്പോസ് VDSP ഗ്രേറ്റർ ദാൻ VGSP മൈനസ് VTP, അങ്ങനെയാണെങ്കിലാണ് അത് ലീനിയർ ആയിരുന്നത്. അപ്പൊ ഈ കണ്ടീഷന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ വേണം എഴുതാൻ. അത് അവിടെ ആരോ ഒക്കെ തിരിഞ്ഞാണ് എഴുതുന്നത്. ദെൻ അടുത്ത കണ്ടീഷൻ എന്താണ്? VDSP ലെസ് ദാൻ VGSP മൈനസ് VTP ആണെങ്കിൽ നമുക്ക് പറയാം that MOSFET is in saturation. അപ്പൊ ഇതാണ് ഒരു NMOSന്റെയും PMOSന്റെയും ബേസിക് ആയിട്ട് വരുന്ന മോഡ് ഓഫ് ഓപ്പറേഷൻ. അത് എപ്പോഴാണോ കട്ട് ഓഫിൽ പോകുന്നത്, അതല്ലെങ്കിൽ എപ്പോഴാണ് ലീനിയർ അല്ലെങ്കിൽ സാച്ചുറേഷൻ റീജിയനിലേക്ക് പോകുന്നത്, ഇത് നമ്മൾ ഇവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
പ്രത്യേകിച്ചും ലീനിയറിന്റെയും സാച്ചുറേഷന്റെ. അത് ഞാൻ എൻമോസിൻ്റെത് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്, കാരണം എൻമോസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിമോസിന്റെ എഴുതാൻ എളുപ്പമാണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് ഡിപ്ലീഷനും എൻഹാൻസ്മെന്റും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ ഇതെല്ലാം തമ്മിൽ തിരിഞ്ഞു പോകരുത്. കാരണം ഒരു മോസ്ഫെറ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എൻഹാൻസ്മെന്റും ഡിപ്ലീഷനുമായിട്ടാണ്. അവര് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. എൻഹാൻസ്മെന്റില് നോർമലി അത് ഓഫ് ആയിരിക്കും, അല്ലെങ്കിൽ ചാനൽ കാണത്തില്ല. അവിടെ നമ്മളൊരു ചാനലിനെ ഇൻഡ്യൂസ് ചെയ്യുന്നു. ദെൻ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് ആണെങ്കിലോ അവിടെ ഓൾറെഡി ഒരു ഇംപ്ലാന്റഡ് ചാനൽ കാണും. അവിടെ നമ്മൾ വോൾട്ടേജ് കൊടുത്തിട്ട് നമ്മൾ അവിടെ ചാനലിനെ ഡിപ്ലീറ്റഡ് ആക്കുകയാണെങ്കിൽ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡ് അങ്ങനെയാണ്. ഇനി നമ്മൾ ഇപ്പം പറഞ്ഞത് ഒരു എൻമോസും പിമോസും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ആണ് ഒരു എൻഹാൻസ്മെന്റ് ടൈപ്പില്, അല്ലെങ്കിൽ എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റില് എങ്ങനെയാണ്. അപ്പൊ ഇതാണ് കൂടുതലും ഡിപ്ലീഷനെക്കാട്ടി കൂടുതലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എൻഹാൻസ്മെന്റ് മോഡാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് ഈ സാച്ചുറേഷനിലും ലീനിയറിലൊക്കെ ഒരു കറണ്ട് ഇക്വേഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് പഠിക്കുക. അതായത് ലീനിയർ റീജിയനിലെ കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് ID ഈക്വൽ ടു μn COX W/L ഇൻറ്റു VGS അല്ലെങ്കിൽ VG മൈനസ് VT ഇൻറ്റു VD അല്ലെങ്കിൽ VDS. എപ്പോഴും വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് ആണ് പറയുന്നത്, VD എന്ന് എഴുതിയാലും മതി. സോ VD മൈനസ് VDS എന്ന് എഴുതാം, VDS സ്ക്വയർ. സോ VDS സ്ക്വയർ ബൈ 2. ഇതാണ് ലീനിയർ റീജിയനിലെ കറണ്ട് ഇക്വേഷൻ. ഇനി സാച്ചുറേഷനിലാണെങ്കിലോ, സാച്ചുറേഷനിൽ നമ്മുടെ കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് ID ഈക്വൽ ടു ഹാഫ് μn COX W/L into VG minus VT the whole square. VT ത്രെഷോൾഡ് വോൾട്ടേജ് ആണ്, the whole square. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് μn അറിയാം, മൊബിലിറ്റി ആണ്. ചിലപ്പോൾ μn COX W/L നമ്മൾ K എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയും ചോദിക്കാം. ഇപ്പൊ ഈ ഒരു ഡിപ്പെൻഡൻസി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അറിയണം. അപ്പൊ ഇവിടെ COX ഓക്സൈഡിന്റെ കപ്പാസിറ്റൻസ് ആണ്, WL എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ്, വിഡ്ത്ത് ലെങ്ത്, ചാനലിന്റെ വിഡ്ത്ത് ലെങ്ത് തമ്മിലുള്ള റേഷ്യോ ആണ്. ദെൻ അതേപോലെ തന്നെ VDS അറിയാം, ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ആണ്. VG അല്ലെങ്കിൽ VGS എന്ന് പറയുന്നത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ്. VT എന്ന് പറയുന്നത് അതിന്റെ ത്രെഷോൾഡ് വോൾട്ടേജ്. ഇപ്പൊ ചാനൽ എൻഹാൻസ്മെന്റ് ആണെങ്കിൽ അത് ഓൺ ആവാൻ വേണ്ടുന്ന വോൾട്ടേജ് ആണ് VT. സോ ഇതാണ് നമ്മുടെ ലീനിയർ റീജിയനിലെയും സാച്ചുറേഷൻ റീജിയനിലെയും കറണ്ട് ഇക്വേഷൻസ്. അപ്പൊ ആ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഈ ഡിഫറൻസ് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക. എപ്പോഴാണ് ഒരു മോസ്ഫെറ്റ് സാച്ചുറേഷനിലേക്ക് പോകുന്നത്, അതിന്റെ കണ്ടീഷൻ എന്താണ്, എപ്പോഴാണ് ഒരു മോസ്ഫെറ്റ് ലീനിയർ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ ഒരു എൻഹാൻസ്മെന്റിന്റെയും നമ്മൾ ഇനി ഇതിന്റെ എല്ലാം അനാലിസിസ് പാർട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോ പഠിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിന്റെയും ഒരു ബേസിക് ആണ്, ഇൻട്രൊഡക്ഷൻ ആണ് നമ്മുടെ സിലബസിൽ ആദ്യം കൊടുത്തിരിക്കുന്നത്. മോസ്ഫെറ്റ് എന്താണ്, ഡിപ്ലീഷൻ എന്താണ്, എൻഹാൻസ്മെന്റ് എന്താണ്. സോ അങ്ങനെ അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സോ ഒരു PN ജംഗ്ഷന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ദെൻ ഒരു ട്രാൻസിസ്റ്ററിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ, പിന്നെ മോസ്ഫെറ്റിന്റെ ബേസിക് കാര്യങ്ങൾ, ഇത്രയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ മോസ്ഫെറ്റ് തീരുന്നില്ല, അല്ലെങ്കിൽ JFET-ന്റെ കാര്യങ്ങൾ തീരുന്നില്ല. ഇനി അതിന്റെ കോമൺ സോഴ്സ് അല്ലെങ്കിൽ അതിന്റെ BJT-യുടെ ഒക്കെ ആണെങ്കിൽ അതിന്റെ അനാലിസിസ്, ഡയോഡിൻ്റെതാണെങ്കിലും അതിന്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു മോസ്ഫെറ്റിന്റെ ഡിഫറൻസും കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്.